പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിൽ പലരും വാട്സപ്പിൽ നിത്യേന ഉപയോഗിക്കുന്ന ഒരു ഇമോജിയാണ് ഹാർട്ട്. ചുവന്ന നിറമുള്ള ഹാർട്ടിൻ്റെ ഇമോജി. യഥാർത്ഥത്തിൽ ഈ ഇമോജിയുടെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ദുർവിനിയോഗം നടത്തുകയും ചെയ്യാറുണ്ട്. കാരണം മനസ്സിൽ ആത്മാർത്ഥമായ സ്നേഹമില്ലാതെയാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഈ ഇമോജി അയച്ചു കൊടുക്കുന്നത്. നമ്മുടെ യുക്തി ശരിയായിട്ട് ഉപയോഗിക്കാതെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്കായി നമ്മൾ ഈ ഇമോജി ഉപയോഗിക്കാറുണ്ട്. ചിലരാകട്ടെ ഹൃദയമില്ലാതെയാണ് ഈ ഇമോജി ഉപയോഗിക്കുന്നത്. അതായത് മനുഷ്യത്വമില്ലാതെ, ഹൃദയമില്ലാതെ ഹൃദയത്തിൻ്റെ ഇമോജി ഉപയോഗിക്കുന്നു, ദുർവിനിയോഗം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യത്വമില്ലാതെ, ഹൃദയമില്ലാതെ പെരുമാറുന്ന നിരവധി വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പ്രദേശത്ത് 1.5 വയസ്സുകാരൻ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരിച്ചത്. സംഭവത്തിൽ മാതാവിനെയും പിതാവിനെയും, അതായത് രണ്ടാം അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കുട്ടിയുടെ ശരീരത്തിൽ നിരവധി പരിക്കുകൾ കണ്ടെത്തുകയായി. ദീർഘകാലമായിട്ട് കുട്ടി പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ സംസ്ഥാനമൊട്ടാകെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ദുഃഖവും ഉയരുകയുണ്ടായി. മറ്റൊരു മനുഷ്യത്വമില്ലാത്ത, ഹൃദയമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ തൻ്റെ നവജാത ശിശുവിനോട് ചെയ്തത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ 19-കാരി യുവതി ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം നവജാത ശിശുവിനെ ജനൽ വഴി പുറത്തേക്ക് എറിയുകയായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ആശുപത്രി ജീവനക്കാർ ഉടനെ തിരച്ചിൽ നടത്തി ശിശുവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇത്തരം സംഭവങ്ങൾക്കിടയിൽ നമ്മുടെ നാട്ടിൽ മനുഷ്യത്വപരമായിട്ടുള്ള പ്രവൃത്തികളുമുണ്ട്. അത് വിസ്മരിച്ചുകൂടാ. കാരണം നല്ല ഹൃദയമുള്ള, മനുഷ്യത്വമുള്ള ആളുകളും നമുക്ക് ചുറ്റിനുമുണ്ട്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് സൗദി അറേബ്യയിൽ മരണശിക്ഷ നേരിട്ടിരുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള അബ്ദുൽ റഹീമിൻ്റെ മോചനത്തിനായിട്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർത്തത്. അതിനായിട്ട് സംഭാവനയായിട്ട് ഏകദേശം 34 കോടി രൂപയാണ് സമാഹരിക്കപ്പെട്ടത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ ധനസമാഹരണം പ്രവർത്തനമൊന്നായിട്ട് മാറുകയെന്നത്. ഈ തുക നഷ്ടപരിഹാരമായിട്ട് നൽകിയതിനെ തുടർന്ന് റഹീമിൻ്റെ മരണശിക്ഷ ഒഴിവാക്കപ്പെട്ടു. 20 വർഷത്തോളം നീണ്ട തടവ് ജീവിതത്തിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് കേരളമൊട്ടാകെ വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. സാധാരണ ജനങ്ങൾ, പ്രവാസി മലയാളികൾ, സാമൂഹിക സംഘടനകൾ, വ്യാപാരികൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകളുടെ സഹകരണമാണ് ഈ മനുഷ്യ സ്നേഹ ദൗത്യത്തെ വിജയത്തിലേക്ക് നയിച്ചത്. അങ്ങനെ മനുഷ്യത്വമുള്ള, നല്ല ഹൃദയങ്ങളുള്ള ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റും ഇന്നുമുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നല്ല ഹൃദയമുള്ള നിരവധി മനുഷ്യർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ നല്ല ഹൃദയമുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം. ആ നല്ല ദൈവത്തിൻ്റെ ഹൃദയമാണ് തിരുഹൃദയം. ഇന്ന് സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ആ തിരുഹൃദയത്തിൽ സ്നേഹം, കരുണ, അനുകമ്പ, ആർദ്രത, കരുതൽ, അങ്ങനെ നിരവധി മൂല്യങ്ങൾ ദർശിക്കുവാനായിട്ട് സാധിക്കും. അതിനടിസ്ഥാന കാരണം സ്നേഹത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളുടെ എല്ലാ കേന്ദ്രബിന്ദുവാണ് ഹൃദയം. സുവിശേഷങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ ഇവയെല്ലാം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹൻ 2:4 നമ്മൾ കാണുന്നു. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. കർത്താവിൻ്റെ സമയം എല്ലാതിരുന്നിട്ട് പോലും അവിടുന്ന് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം, ഈശോ രോഗശാന്തിയല്ല ആദ്യം നൽകിയത്, മറിച്ച് സമൃദ്ധിയാണ് നൽകിയത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ, ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ കരുതൽ ഇവിടെ വളരെ പ്രകടമാണ്, വ്യക്തമാണ്.
മറ്റൊരിക്കൽ നമ്മൾ കാണുന്ന മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 41 മുതൽ 42 വരെയുള്ള തിരുവചനത്തിൽ അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശുവിൻ്റെ കരുണ ഇവിടെ വളരെ വ്യക്തമാണ്. വീണ്ടും യേശുവിൻ്റെ കരുണ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. മത്തായി 20:34 യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി, അവരും അവനെ അനുഗമിച്ചു. മത്തായി 9:3 നമ്മൾ വായിക്കുന്നു, ജനക്കൂട്ടങ്ങൾ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. മത്തായി 14:14 നമ്മൾ വായിക്കുന്നു, അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു, അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി, അവരുടെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. തുടർന്ന് നമ്മൾ കാണുകയാണ് ഈശോ 5 അപ്പം എടുത്ത് ആശീർവദിച്ച് അത് 5000-ഓളം പേർക്ക് നൽകുന്നതായിട്ട്. യേശുവിൻ്റെ അനുഗമ ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. നായൻ പട്ടണത്തിലെ വിധവയുടെ ഏക മകനെ പുനർജീവിപ്പിക്കുവാൻ കാരണം കർത്താവിൻ്റെ അനുഗമ തന്നെയാണ്. ലൂക്ക 7:13 നമ്മൾ വായിക്കുന്നു, അവളെ കണ്ട് മനസ്സലിന് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. ലാസറിൻ്റെ മരണത്തിൽ അവിടുന്ന് കരഞ്ഞു. യോഹന്നാൻ 11:35 നമ്മൾ വായിക്കുകയാണ്, യേശു കണ്ണീർ പൊഴിച്ചു. ബൈബിളിലെ ഏറ്റവും ചെറിയ ഒരു വാചകമാണത്. കർത്താവിൻ്റെ സ്നേഹം ഇവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലും അവിടുത്തെ ആർദ്രത നിറഞ്ഞ വാക്കുകൾ കാണുവാൻ സാധിക്കും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായിട്ടുള്ള നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യും. യേശുവിൻ്റെ തിരുഹൃദയ തിരുനാൾ സാഘോഷം നമ്മൾ കൊണ്ടാടുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുവാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഹൃദയമില്ലാത്ത നിരവധി ആളുടെ പ്രവൃത്തികൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാര സ്ഥാനത്തെത്തിയിട്ട് ഹൃദയമില്ലാത്ത രീതിയിൽ ചിലവരെ അടിച്ചമർത്തുന്ന അധികാരികൾ, ഏകാധിപതികളെ പോലെ പെരുമാറുന്ന രാഷ്ട്രീയക്കാർ, മറ്റുള്ളവരുടെ വേദനകൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവർ. ആയതിനാൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഹൃദയമുള്ള മനുഷ്യരായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം ഈ തിരുനാൾ നമുക്ക് നൽകുന്നത് വലിയൊരു പ്രത്യാശയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ നമ്മളെ താങ്ങുവാനായിട്ട്, നമുക്ക് തണലായിട്ട് മാറുവാനായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളോട് അനുകമ്പ കാണിക്കുന്ന, കരുണ കാണിക്കുന്ന, ആർദ്രത കാണിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഏറെ സന്തോഷത്തോടു കൂടി ആയിരിക്കാം, പ്രത്യാശയോടെ ആയിരിക്കാം ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളും, ഉത്കണ്ഠകളും, ബുദ്ധിമുട്ടുകളും ഇറക്കി നമുക്ക് വയ്ക്കാം. ആ ഹൃദയത്തിൽ മാത്രം നമുക്ക് അഭയം പ്രാപിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ നന്മയും സ്നേഹവും കരുതലും അനുഗമനവും ഉള്ള നല്ല മനുഷ്യരായിട്ട് മാറുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ ഹൃദയത്തിൽ മാത്രം നമുക്ക് ശരണം പ്രാപിച്ചുകൊണ്ട് ഈശോ തിരുഹൃദയെ പോലെ നമ്മുടെ ഹൃദയം മാറ്റി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.